കള്ളം ബ്രോ ഓക്കെ അല്ലേ? ഓക്കെ. ആരാ എന്നെ തല്ലിയേ? ആരാ തല്ലിയെന്ന്? എന്താ അമ്മൂമ്മേ എന്റെ തല കാണുമ്പോ എന്താ പ്രശ്നം? നല്ല അടിയായിപ്പോയല്ലോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യോ, പോലീസിനെ വിളിക്കരുത്. ഇനി എന്നെ തല്ലുകയും ചെയ്യല്ലേ. ഇനി അത് കൊള്ളാനുള്ള ശേഷി എന്റെ അകത്തില്ല. ചേട്ടാ അതൊന്ന് സമാധാനപ്പെട്ടെ. എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊന്ന് പറ. എന്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ആഹാ, എന്നിട്ടാണ് എന്റെ കൈ കയറി പിടിച്ചത്? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ കയറി പിടിച്ചതല്ല. ആഹാ, എന്റെ കൊച്ചിന്റെ കയ്യെ കയറി പിടിച്ചിട്ട് ന്യായം പറയുന്നോ? പുള്ളി പറയട്ടെ. ജയിലിൽ വെച്ച എനിക്കൊരു വെളിപാടുണ്ടായി. ആരോ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇനി മോശപ്രവൃത്തി ചെയ്യരുതെന്ന്. ആര് വന്ന് പറഞ്ഞു? മധുര മീനാക്ഷി അമ്മ ആയിരിക്കും. മിണ്ടായിരിക്കും. ചേട്ടൻ പറ. 2 ദിവസം അടുപ്പിച്ച് എനിക്ക് വെളിപാടുണ്ടായി. അത് കഴിഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി നല്ല കാര്യങ്ങളെ ചെയ്യൂന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ജാമ്യം കിട്ടി. എന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്തായിരുന്നു ബസ്സിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടത്. എന്നിട്ട് അമ്മായിനെ കണ്ടപ്പോ ഇയാടെ വെളിപാടൊക്കെ പോയാ? അയ്യോ, അങ്ങനല്ല. ഇത് ഭവാനി അമ്മയുടെ മരുമോളാണെന്ന് എനിക്ക് അറിയാം. ഭവാനി അമ്മയോട് സോറി പറഞ്ഞേക്ക് കുട്ടി എന്ന് പറയാൻ ഞാൻ അടുത്തേക്ക് ചെന്നതാ. അപ്പൊ ഏതോ ഒരുത്തൻ പുറകെ നിന്ന് പിടിച്ചു തള്ളി. വീഴാൻ പോയപ്പം അറിയാതെ കയ്യെ കയറി പിടിച്ചതാ ഞാൻ. ഇയാളീ പറയുന്നൊക്കെ വിശ്വസിക്കാവോ? എനിക്കറിയാം ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് വിശ്വാസം ആകില്ല എന്ന്. ഇനി എന്റെ ജീവിതം കൊണ്ട് മാത്രമേ അത് ബോധ്യപ്പെടുത്താൻ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങള്? ഇയാൾ എന്താ ചെയ്യണ്ടേ? അമ്മൂമ്മ, നിങ്ങൾ തന്നെ ഇയാളുടെ കാര്യത്തിൽ തീരുമാനം പറ. വിട്ടേക്കാം അല്ലേ ഗൗരി? ഇപ്പൊ വിട്ടേക്കാം. പക്ഷെ ഇനി ഇയാളിങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. വളരെ ഉപകാരം. ദൈവം എന്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? പെങ്ങളെ, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാമോ? ഏത് വീഡിയോ? ഞാൻ കയ്യെ കയറി പിടിച്ചതും എനിക്കൊട്ട് അടിച്ച ഒരു വീഡിയോ ഇല്ലേ? ഇനി ആ മാനക്കേടും സഹിക്കാൻ വയ്യ, അതും കൊണ്ടാ. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല അമ്മായി. ഇവിടെ സത്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അയാൾക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന്, അത്രേ ഉള്ളൂ. സുഹൃത്തെ, അമ്മായി ആ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാളുടെ മുന്നോട്ടുള്ള നടപ്പെങ്ങനെയാണെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം ആ വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന്. കേട്ടോ? താങ്കളിപ്പോ ചെല്ല്. സോറി അമ്മ, സോറി. അമ്മായി ശരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാം? പേടിക്കണ്ട, എടുത്തിട്ടില്ല.